ഞാനെപ്പോഴും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരനായി പറയുന്നത് നിക്കോസ് കസൻസാക്കിസാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ദൈവമേ, ഞാൻ എന്തായിത്തീരാൻ നീ ആഗ്രഹിക്കുന്നു എന്നെ നീ അതാക്കി തീർക്കണമേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന. വേറൊരു പ്രാർത്ഥനയും മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതെനിക്ക് വളരെ പ്രിയപ്പെട്ട ഇതാണ് അദ്ദേഹത്തിൻ്റെ തന്നെ. ഇപ്പം ഞാൻ ഏറ്റവും പുതിയ കൃതി മൽബറിയനോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന് പറയുന്ന കൃതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാചകത്തോടു കൂടിയാണ് ആ പുസ്തകത്തിൻ്റെ തുടങ്ങുന്നത്. അതായത് ദൈവം നമ്മളെ ചിത്രശലഭ പുഴുക്കളായി സൃഷ്ടിക്കുന്നു, നാമോ നമ്മുടെ സ്വന്തം കരുത്തുകൊണ്ട് ചിത്രശലഭങ്ങളായി മാറണം എന്ന് പറയുന്ന ഒരു വലിയ. അപ്പം നമ്മുടെ എല്ലാം ഉള്ളിൽ സർഗാത്മകതയുടെ ഒരു കഴിവ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സർഗാത്മകത, ഒരു പക്ഷേ എഴുതാനായിരിക്കും, ചിത്രം വരയ്ക്കാനായിരിക്കും, പാട്ട് പാടാനായിരിക്കും, ഓടാനായിരിക്കും, ക്രിക്കറ്റ് കളിക്കാനായിരിക്കും, പാചകം ചെയ്യാനായിരിക്കും, ആർക്കിടെക്റ്റ് ആവാനായിരിക്കും, എന്തോ ഒരു കഴിവ് നമ്മുടെ ഉള്ളിലുണ്ട്. ആ കഴിവ് നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഒരു ചിത്രശലഭ പുഴുവിനെ പോലെ. പക്ഷേ നമ്മുടെ കരുത്തുകൊണ്ട്, നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മൾ സ്വയം ചിത്രശലഭങ്ങളായി